നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 23/8/2026 റബ്ബർ വിലകളും മറ്റ് സാധനങ്ങളുടെ എല്ലാ സാധനങ്ങളുടെ വിലയും ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ വളരെയേറെ വ്യൂ കുറവാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എവിടെ പോയി എന്നെനിക്ക് അറിഞ്ഞുകൂടാം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. ബെസ്റ്റ് ലാറ്റക്സ് കമ്പനി ഏതാണെന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ പല കമ്പനിക്കാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, വ്യാപാരികളും കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഏതാണെന്ന് എനിക്ക് എടുത്ത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കർഷകർക്ക് താങ്കളുടെ ചാനൽ വളരെ പ്രയോജനപ്പെടുന്നെന്ന് ഒരാൾ കമൻറ്റ് അയച്ചിട്ടുണ്ട്. താങ്കളുടെ വീഡിയോ എന്നും കാണുന്നുണ്ടെന്ന് മറ്റൊരാൾ കമൻറ്റ് അയച്ചു. നല്ല കാലാവസ്ഥ റബ്ബർ വെട്ടാൻ ഉഷാറാണെന്ന് സോമൻ കാരാട് പറഞ്ഞിരിക്കുകയാണ്. സോമൻ കാരാടിന് ഇപ്പോൾ നല്ല കാലാവസ്ഥ എന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഗുഡ് ഹെൽപ്പ് കീപ്പ് ഇറ്റ് അപ്പ് അക്സ തോമസ് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം കുറവലങ്ങാട് രാവിലെ ഇടവിട്ട് മഴയാണെന്ന് ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടയം കുറവലങ്ങാടൊക്കെ നമുക്ക് വളരെയേറെ പരിചയമുള്ള സ്ഥലമാണ്, നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ നാടാണ്. ഇന്നലെ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു, ഷോർട്ടർ മരത്തിന് പാൽ കൂടുതൽ കിട്ടാൻ ഏത് വളം ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ പാൽ ഇറങ്ങാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഫാക്ടംബോസിൻ്റെ അകത്ത് പൊട്ടാഷും യൂറിയയും കൂടെ മിക്സ് ചെയ്ത് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ പാൽ കൂടുതൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഞാൻ അതിനുശേഷം അവസാനം പറയുന്നുണ്ട്, ഒറ്റപ്പെട്ട മരത്തിന് ഇത് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുതെന്നും കൂടി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചില്ല. അവർ നമുക്ക് കുറച്ച് പേര് കമൻറ്റ് അയച്ചിട്ടുണ്ട്. ഫാക്ടംബോസിൻ്റെ അകത്ത് എന്തിനാണ് യൂറിയ ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ആൾ പറയുന്നുണ്ട് പൊട്ടാഷ് മാത്രം ഇട്ടാൽ മതി, യൂറിയ ഇടണ്ട. മറ്റൊരാൾ പറയുന്നുണ്ട് കായ്ഫലമുള്ള വൃക്ഷങ്ങൾക്ക് മാത്രമാണ് ഈ പൊട്ടാഷ് ഇടേണ്ടത്, റബ്ബർ മരത്തിന് പൊട്ടാഷ് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് വളം വാങ്ങിയാലും പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ഫാക്ടംബോസിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ പൊട്ടാഷ് ഇല്ലാത്ത. അതാണ് 20-20-0-15 എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് പൊട്ടാഷ് അതിൻ്റെ അകത്തില്ല. യൂറിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ യൂറിയ എക്സ്ട്രാ ഇടാൻ പറഞ്ഞത് ഒന്ന് നമുക്ക് പാലിറങ്ങാൻ വേണ്ടി ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ആൾ പറയുന്നത് വർഷങ്ങളായിട്ട് ഞാൻ റബ്ബർ മരത്തിന് ഫാക്ടംബോസ് ആണ് ഇടുന്നത്, എനിക്ക് നല്ല പാലുകൊണ്ട് റബ്ബർ മരത്തിന് വണ്ണം വെക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇടുന്നത് ഫാക്ടംബോസ് മാത്രമായിരിക്കും, ഈ പൊട്ടാഷ്യം യൂറിയ ഇടുന്നില്ല. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. എൻ്റെ അനുഭവം വെച്ചിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഞാനൊരു 30 മരം ഷോർട്ടർ വെട്ടിയ സമയത്ത് ഞാൻ ഇതേപോലെ ചെയ്തപ്പം എനിക്ക് ആ 30 മരത്തിന് 6 ഷീറ്റ് കിട്ടി. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 റബ്ബർ മരം ഉണങ്ങിപ്പോയി. എൻ്റെ സ്വന്തം അനുഭവം വെച്ചുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇതെന്തോ കമൻറ്റ് പറയുന്ന ചാനലാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല. ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 274 രൂപ, RSS-5ന് 271 രൂപ, ISNA 20ക്ക് 252 രൂപ, ലാറ്റക്സ് 60%-ന് 197 രൂപ 60 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 274 രൂപ, RSS-5ന് 271 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 263 രൂപ, ലോട്ടിന് 253 രൂപ മുതൽ 258 രൂപ വരെയും. ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 186 രൂപ, 60% DRC ഒട്ടുപാലിന് 139 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 277 രൂപ, ഫാക്ടറി വില 287 രൂപ, കർഷകർ കിട്ടുന്ന വിലയാണ് 277 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന പാലിന് 13,850 രൂപ, 30% DRC ഉള്ളതിന് 16,620 രൂപ, 35% DRC ഉള്ളതിന് 19,390 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 266 രൂപ, RSS-5ന് 263 രൂപ, ISS 241 രൂപ 50 പൈസ മുതൽ 242 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 157 രൂപ മുതൽ 173 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ വിലയിൽ വർധനവുണ്ട്. വർദ്ധിച്ചിരിക്കുന്നത് ലൂസിന് 2 രൂപ, ലോട്ടിന് 2 രൂപ. ബാക്കി വിലയെല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് മറ്റ് സാധനങ്ങളെല്ലാം നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും. കൊക്കോ 290 രൂപ, കൊപ്ര 145 രൂപ, തേങ്ങ ആവറേജ് വില 50 രൂപ. അടയ്ക്ക പരിപ്പ് പഴയത് 390 രൂപ, അടയ്ക്ക പരിപ്പ് പുതിയത് 390 രൂപ, അടയ്ക്ക തൊണ്ടോടുകൂടി പഴയത് 185 രൂപ, അടയ്ക്ക തൊണ്ടോടുകൂടി പുതിയത് 185 രൂപ. ഉണക്കമഞ്ഞൾ 155 രൂപ മുതൽ 165 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ, കൊപ്ര എടുത്തപടി 163 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 5300 രൂപ, ജാതിക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചോപ്പ് 1400 രൂപ, ജാതിപത്രി ചോപ്പ് സെക്കൻഡ് 350 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചോപ്പ് 1850 രൂപ മുതൽ 1950 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2300 രൂപ വരെയും.
ഗ്രാമ്പൂ 880 രൂപ, നാടൻ 990 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 570 രൂപ മുതൽ 620 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 37 രൂപ, റോട്ടറി 38 രൂപ. കുരുമുളക് വില കുതിച്ചു കയറിയിട്ടുണ്ട്. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 695 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 685 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 715 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 53 രൂപ, പച്ച 51 രൂപ, പഴം 60 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 39,100 രൂപ, ഉണ്ടച്ചാക്ക 54 കിലോ 11,800 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക 60 കിലോ 5,500 രൂപ, ഏലം ഉണക്ക കിലോ 3,000 രൂപ മുതൽ 4,000 രൂപ വരെയും, നെല്ല് കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4,000 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.